ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അനിയുടെ സമ്മതം പോലും ഇല്ലാതെ മുത്തശ്ശൻ അവന്തികയായിട്ടുള്ള വിവാഹ നിശ്ചയം ഞായറാഴ്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അനിയുടെ അടുത്ത് ഈ വിവരം ഓൾറെഡി നവീൻ പറയുന്നു കേട്ടോ. എടാ അളിയ, കൺഗ്രാചുലേഷൻസ് എന്ന് പറയുമ്പോൾ എന്തിനാടാ നീ എനിക്ക് കൺഗ്രാചുലേഷൻ തരുന്നത്? അല്ല, അപ്പോ നീയൊന്നും അറിഞ്ഞില്ലേ? എന്നാലേ നിന്റെ മുത്തശ്ശൻ എന്റെ മുത്തശ്ശനോട് വിളിച്ചു പറഞ്ഞു. എന്ത് വിളിച്ചു പറഞ്ഞു എന്ന്? നിന്റെ വിവാഹ നിശ്ചയമാണെന്ന്. അവന്തികയെ നീയും തമ്മിലുള്ള വിവാഹ നിശ്ചയം ഈ ഞായറാഴ്ചയാണെന്ന്. മറ്റാരോടും പറയണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്തായാലും ഈ വിവാഹ നിശ്ചയം നടത്തുമെന്നുള്ള ഒറ്റ വാശിയില്ല നിന്റെ മുത്തശ്ശൻ. അപ്പോൾ ഞങ്ങളാരെയും വിളിച്ചിട്ടൊന്നുമില്ല, കാര്യം പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടെ വരാനോ നിന്നെ കാണാനോ നേരിട്ട് അഭിനന്ദനങ്ങളോ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഫോണിലൂടെ പറയണോ. എടാ, ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? എടാ, മുത്തശ്ശൻ പറഞ്ഞതാ. ഓഹോ, അപ്പൊ നീ അറിഞ്ഞില്ലല്ലേ? ഒരു കാര്യം ചെയ്യ്, നീ നേരെ വീട്ടിലേക്ക് പോ, അപ്പൊ വിവരങ്ങളൊക്കെ മുത്തശ്ശൻ തന്നെ പറയും എന്ന് പറയാണ്. അങ്ങനെ നേരെ അനന്തപുരിയിലേക്ക് എത്തിയ അനിയുടെ അടുത്ത് തന്റെ വല്യച്ഛനും വല്യമ്മയൊക്കെ പറയണ്ട. അനി, അതെ, ഈ ഞായറാഴ്ച വേണ്ട, നിങ്ങൾ ആരും ഒന്നും പറയണ്ട. എനിക്ക് മനസ്സിലായി, ഞായറാഴ്ച എന്റെയും അവന്തികയുടെ വിവാഹ നിശ്ചയം നടത്താൻ തീരുമാനിച്ചു. അതല്ലേ, എന്റെ സമ്മതം കൂടാതെ വിവാഹ നിശ്ചയം നടത്താൻ വേണ്ടി നിങ്ങളോട് ആര് പറഞ്ഞു എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയണ്ട്. അത് ആര് പറയണം? ഞാൻ തീരുമാനിച്ചു മുത്തശ്ശ. അവന്തികക്ക് എന്നെ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അവളുടെ ഇഷ്ടത്തിന്റെ കൂടെ നിന്നു. പക്ഷെ എന്റെ മനസ്സ്, എന്റെ ഇഷ്ടം നിങ്ങൾ കണക്കിലെടുത്തോ? അപ്പോഴേക്കും ജാനകി പറയണ്ടേ, എന്താടാ നിന്റെ മനസ്സിൽ ഇപ്പോഴും അവളാണോ ആ നന്ദു? അമ്മേ, നന്ദു ആണെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ, പിന്നെ ആരടാ നിന്റെ മനസ്സിൽ? നീ ഒരു പ്രാവശ്യം വിവാഹം കഴിച്ച് അത് വേർപിരിയാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നിന്റെ രണ്ടാം വിവാഹമാണ്. രണ്ടാം വിവാഹക്കാരനെ എവിടെ നിന്നാണ് ഒരു പെണ്ണിനെ കിട്ടുക എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് അവന്തിക മോളക്കോട് പോലത്തെ നല്ലൊരു പെൺകുട്ടിനെ കിട്ടിയ നീ ഭാഗ്യം ചെയ്യുന്നു. എനിക്ക് ആ ഭാഗ്യം വേണ്ട. വിവാഹം കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെന്നേ ഉള്ളൂ. എനിക്ക് ഈ വിവാഹം താല്പര്യമില്ല എന്ന് പറയണ മുത്തശ്ശൻ പറയണ്ടേ, എന്റെ ആ വാക്ക് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ആത്മഹത്യക്ക് തുല്യമാണ് എന്ന് പറയണം. അത് കേൾക്കുമ്പോൾ എനിക്കാകെ ഷോക്ക് ആവാട്ടോ. അതും പറഞ്ഞ് മുത്തശ്ശന്റെ വഴിക്ക് പോയി. അനിയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. മുത്തശ്ശൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ അനി എന്ത് ചെയ്യും? അനിയാണെങ്കിൽ ആകെ വിഷമിച്ച് റൂമിലേക്ക് പോവാണ്. ഇനി എന്ത് ചെയ്യൂ ഈശ്വര, ഒരു നിവർത്തിയില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ നവ്യ കാണുന്നുണ്ട് കേട്ടോ. നവ്യ വിചാരിക്കുകയാണ്, പാവ അനി ആദ്യം അവന്തികേനെ അവന്റെ തലയെ കെട്ടിവെച്ചു, ഇപ്പൊ ദേ അനാമികനെ കെട്ടിവെച്ചു, ഇപ്പൊ ദേ അവന്തികനെ കെട്ടിവെക്കാൻ പോകുന്നു. അവന് എന്റെ അനിയത്തിനാണ് ഇഷ്ടം. എന്റെ അച്ഛനും അമ്മ സമ്മതിക്കൂല, ഇവിടുത്തെ ആരും സമ്മതിക്കൂല. പക്ഷെ അവന്റെ മനസ്സിൽ നന്ദുവിന്റെ മനസ്സിൽ അവനുള്ളിടത്തോളം കാലം അവരാണ് ഒന്നിച്ച് ജീവിക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളവരുടെ തീരുമാനമല്ലല്ലോ നോക്കേണ്ടത്. അതുകൊണ്ട് അവര് രണ്ടുപേരും ഒന്നിപ്പിക്കാൻ വേണ്ടി തനിക്ക് എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യണം. ഇപ്പൊ എനിക്ക് അസ്വസ്ഥനാക്കിയിരിക്കുന്നത് ഈ ഞായറാഴ്ചത്തെ വിവാഹ നിശ്ചയമാണ്. അതെങ്ങനെയും പൊളിച്ച് കയ്യിൽ കൊടുത്തേ പറ്റൂ എന്ന് നവ്യ മനസ്സിൽ വിചാരിക്കണം. അവന്തിക ഭയങ്കര സന്തോഷത്തിൽ നമ്മുടെ അനിയുടെ റൂമിലേക്ക് കയറുക കേട്ടോ. അനി പറയണ്ട്, നിനക്കൊരു നാണമില്ലേ, ഒരു മാനേഴ്സ് ഇല്ലേ? ഒരാളുടെ റൂമിൽ കയറി വരുന്നത് ഇങ്ങനെയാണോ? അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിക്കണ്ടേ? ഓ, ഇനി എന്ത് ചോദിക്കാനാ? അപ്പോ അനിയേട്ടൻ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്ത് കാര്യങ്ങൾ? അല്ല, ഇനിയിപ്പത് അനിയേട്ടന്റെ റൂം മാത്രമല്ലല്ലോ, എന്റെ റൂമും കൂടി ആവാൻ പോവല്ലേ? നീ എന്തൊക്കെയാ പറയണത്? അല്ല, നമ്മുടെ വിവാഹ നിശ്ചയമാണല്ലോ ഈ ഞായറാഴ്ച. വിവാഹ നിശ്ചയമല്ലേ? നിശ്ചയം കഴിഞ്ഞിട്ടില്ലല്ലോ, വിവാഹവും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ അന്യ സ്ത്രീ തന്നെയാണ്. ഒരു പുരുഷന്റെ റൂമിൽ കയറി വരേണ്ടത് ഇങ്ങനെയൊന്നും അല്ല. ഓ, എനിക്ക് അനിയേട്ടനെ പേടിയൊന്നുമില്ല. ഈ വീട്ടിൽ അനിയേട്ടന്റെ റൂമെന്നല്ല, ഏത് റൂമിൽ കയറി ചെല്ലാൻ എനിക്ക് അനുവാദമുണ്ട്. അതെ അനിയേട്ടാ, ഈ മുൻഷുണ്ടൊക്കെ കള. ദേ, ഞായറാഴ്ച വിവാഹ നിശ്ചയമാണ്. പിന്നെ അനിയേട്ടന്റെയും അതുപോലെ തന്നെ ആ ആലവലാതി അനാമികയുടെ വിവാഹം വേർപെടുത്തി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നല്ലൊരു മുഹൂർത്തത്തിൽ നമ്മുടെ വിവാഹം നടത്താൻ മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആരും എന്താ എന്റെ മനസ്സ് മനസ്സിലാക്കാത്തത്? നീ ആദ്യം ഇഷ്ടം എന്നോട് പറഞ്ഞപ്പോ ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? ഞാൻ നിന്നൊരിക്കലും അങ്ങനെ കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? ഓ, അനിയേട്ടനെ പിന്നെ കാണാൻ പറ്റുന്നത് അവളെ ആയിരിക്കും അല്ലേ, ആ നന്ദുന എന്ന് ഞാൻ പറഞ്ഞോ? എനിക്ക് മനസ്സിലായി അനിയേട്ടന്റെ മനസ്സിൽ അവളാണെന്ന്. ആയിക്കോട്ടെ, അപ്പൊ നീ അങ്ങനെ മനസ്സിലാക്കി നീ എന്താ ചെയ്യേണ്ടത്? നീ ഒരു നല്ല പെൺകുട്ടിയാണെങ്കിൽ എന്റെ മനസ്സിൽ വേറൊരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കുന്ന നീ അതിൽ നിന്ന് ഒഴിഞ്ഞു പോവല്ലേ വേണ്ടത്? അപ്പൊ നിനക്ക് വാശി, എന്നെ തന്നെ വിവാഹം കഴിച്ചേ പറ്റുള്ളൂ എന്ന് വാശി. അപ്പൊ അവന്തിക പറയണ്ട്, അതെ, എന്റെ വാശിയാണെങ്കിൽ വാശിയാണെന്ന് കൂട്ടിക്കോ. പക്ഷെ വിവാഹം കഴിഞ്ഞ അനിയേട്ടനെ ഞാനൊരു ഉറപ്പ് തരാം. അനിയേട്ടന്റെ നല്ലൊരു ഭാര്യയായിട്ട്, അനിയേട്ടൻ പറഞ്ഞതനുസരിച്ച് ഈ വീട്ടിൽ നയനേടത്തിനെ പോലെ നല്ലൊരു മരുമകളായിട്ട് ഞാൻ കഴിയും. നയനെടുത്തിനെ പോലെ ആവാൻ ഒരാൾക്കും പറ്റില്ല. ആയിക്കോട്ടെ, നയനെടുത്തിനെ തൊട്ട് താഴെങ്കിൽ ഞാൻ നിൽക്കും, അത് ഞാൻ ഉറപ്പ് തരാം. പിന്നെ മൂർത്തി ജ്വല്ലറിൽ ഞാൻ സഹായിക്കാം. ദേ, ഞാൻ നിന്റെ ഒരു കാര്യം പറയാം. ഈ വിവാഹ നിശ്ചയം നീ ആയിട്ട് എന്നെ വേണ്ടെന്ന് വെക്ക്. ഇനി നീ പറഞ്ഞാൽ മാത്രമേ ഇത് ആൾക്കാർ കേൾക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല എന്ത് ചെയ്യണോന്ന്. ദേ, ഞാനായിട്ട് ഒരിക്കലും പറയില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടത്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഓ, നിന്റെ ഒരു കാര്യം ഇനി ഒന്നും പറയാൻ പറ്റില്ല. ചെറിയൊരു വിവാഹ നിശ്ചയമാണ്, നമ്മളെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ. പക്ഷെ അണിഞ്ഞൊരുങ്ങണിൽ ഒട്ടും കുറവ് വരാൻ പാടില്ലല്ലോ. ഞാനേ കുറച്ച് ഓർണമെന്റ്സും കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. മുത്തശ്ശൻ പറഞ്ഞു നമ്മുടെ ജ്വല്ലറിന്ന് എടുക്കാന്ന്. ഞാൻ പറഞ്ഞു, അതെ, പൈസ കൊടുത്തിട്ട് എടുത്തിട്ടുള്ള പണിയേ ഉള്ളൂ,
ഇതേ ഉള്ളൂന്ന്, അതുകൊണ്ട് പൈസ കൊടുത്ത് തന്നെ മേടിക്കുള്ളൂ കേട്ടോ, അതുകൊണ്ട് വെറുതെ ഫ്രീ ആയി കിട്ടാൻ വെച്ചാൽ വാരി വലിച്ചെടുക്കില്ല, ഇന്നത്തെ സ്വർണ്ണത്തിന്റെ വില അനുസരിച്ചിട്ട് മാത്രമേ ഞാൻ സ്വർണ്ണം എടുക്കുള്ളൂ. പിന്നെ അനിയേട്ടനെ ഞാൻ ചുരിദാർ ഇടുന്നതാണോ ലഹങ്ക ഇടുന്നതാണോ സാരി എടുക്കുന്നതാണോ ഇഷ്ടം, എല്ലാം നീ വിവാഹ നിശ്ചയത്തിന് അത് എടുക്കാൻ വെച്ചിട്ടാണ്, നീ ഒന്ന് പോയിക്കേ, എനിക്ക് സമാധാനമില്ല, എന്തായാലും നമുക്ക് മാച്ച് ഡ്രസ്സ് ഇട്ടാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്തിക അവിടെ നിന്ന് പോവാട്ടോ. അനിയാണെങ്കിൽ ഈ നരകത്തിൽ നിന്ന് ഞാൻ എങ്ങനെയൊന്ന് രക്ഷപ്പെടാം, ഇതിനേക്കാൾ പോയി ചത്ത് തൊലയണതാ, ഒരു കാര്യം ചെയ്യാം, മരിക്കാം, അത് തന്നെയാ നല്ലത് എന്നിങ്ങനെ അനി പിറുപിറുത്തോണ്ട് പറയണം. ഇതെല്ലാം തന്നെ നവ്യ കേൾക്കണം കേട്ടോ. പാവം, ഇവരെങ്ങനെയൊന്ന് സഹായിക്കാൻ പറ്റിയ, ഈ വിവാഹ നിശ്ചയം മുടക്കിയേ പറ്റൂ, അതിനിപ്പോ എന്താ ചെയ്യാ, ഒരു കാര്യമുണ്ട്, വിവാഹ നിശ്ചയം മുടക്കാൻ ഒരേ ഒരു കോള് മതി എന്ന് നവ്യ വിചാരിക്കുകയാണ്. അതെ, അവളെ അനാമികനെ വിവരം അറിയിക്കണം, അനാമിക അടുത്ത് പറയണം അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയം രഹസ്യമായിട്ട് ഞായറാഴ്ച നടത്താൻ പോവാണെന്ന് വിളിച്ചു പറയാം. എൻ്റെ മൊബൈലിൽ നിന്ന് വിളിച്ചു പറയണ്ട, അത് എനിക്ക് പണിയാവും, ഫ്രണ്ടിനെ കൊണ്ട് വിളിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനെ വിളിക്കുകയാണ് നവ്യ. എടി നീ ഫ്രീ ആണോ? അതേടി പറഞ്ഞോ. നീ അനാമികനൊന്ന് വിളിക്കാവോ? അയ്യേ, അവളെന്തിനാ ഞാൻ വിളിക്കണത്? എടി ഒരു കാര്യമുണ്ട്, നീ പറയണം അനിയുടെയും അവന്തികയുടെ വിവാഹ നിശ്ചയമാണ് ഞായറാഴ്ച എന്നൊരു മെസ്സേജ് ഇട്ടാൽ മതി, ബാക്കിയെല്ലാം അവള് ചെയ്തോളും. അല്ല, നീ ആ വിവാഹ നിശ്ചയം മുടക്കാൻ നോക്കുവാണോ? അതേടി, എനിക്കിഷ്ടം എൻ്റെ അനിയത്തി നന്ദുവിനെയാണ്, നന്ദുക്കിഷ്ടം അനിയനെയാണ്, നന്ദുവിന്റെ ജാതകത്തിലുണ്ട് അവൾ സ്നേഹിച്ച പുരുഷനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂന്ന്. ഏകദേശം കാര്യങ്ങൾ അതുപോലെയൊക്കെ തന്നെ പോണ സമയത്താണ് അവന്തിക കയറി വന്നത്. എനിക്കാണെങ്കിൽ അവന്തികനെ കണ്ണെടുത്താൽ കാണൂടാ, അവൻ സ്വന്തം അനിയത്തിനെ പോലെ അവന്തികനെ കാണുന്നത്, ആദർശേട്ടൻ അവന്തികനെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ അനിയൻ കാണുന്നത്. ആദ്യം അവന്തിക ആദർശേട്ടന്റെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് പുറകെ നടക്കുമായിരുന്നു, പിന്നെ നവീന്റെ പുറകേലായി, ഇപ്പൊ ആരും കിട്ടാതായപ്പോ അനിയുടെ പുറകേലായി എന്ന് പറയാണ്. എന്തായാലും ഈ വിവാഹ നിശ്ചയം മുടക്കണം, അതിന് നീ അനാമികക്ക് ഒരു മെസ്സേജ് അയക്കും. ശരിയിടി എന്ന് ഞാനത് ചെയ്തോളാം എന്ന് കൂട്ടുകാരി പറയാണ്. അങ്ങനെ അപ്പൊ തന്നെ അനാമികക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്. ഈ ഞായറാഴ്ച തന്റെ ഭർത്താവായിട്ടുള്ള അനിയും അതിന്റെ മുറപ്പെണ്ണായിട്ടുള്ള അവന്തിക്കും തമ്മിലുള്ള വിവാഹ നിശ്ചയമാണ് 10:30ക്കും 11:30ക്കും എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അങ്ങ് ഇടാണ്. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ അനാമിക അച്ഛാ ബാഹുലേനെ വിളിക്കണം, അച്ഛാ എന്താടി ഈ ഞായറാഴ്ച അനിയേട്ടന്റെ വിവാഹ നിശ്ചയമാണെന്ന് ആര് പറഞ്ഞു? നമ്മളാരും ക്ഷണിച്ചില്ലല്ലോ. ഇനി ക്ഷണിച്ചിട്ട് അവിടെ പോയി കഴിക്കാത്തതിന്റെ കുറവേ ഉള്ളൂ. അച്ഛൻ രഹസ്യമായിട്ട് നടത്തുന്നത്, ഇത് നടത്താൻ സമ്മതിക്കാൻ പാടില്ല, നിയമപരമായിട്ട് അത് തെറ്റല്ലേ? തെറ്റാ, വളരെ തെറ്റാ, നമുക്കിത് മുടക്കിയേ പറ്റൂ. അല്ല, നിന്നോട് ഇത് ആര് പറഞ്ഞു? എനിക്കൊരു മെസ്സേജ് ഒന്നും എടി വല്ല പ്രാങ്ക് മെസ്സേജ് ആയിരിക്കോടി? ഒരു പ്രാങ്കും അല്ല, സത്യസന്ധമായിട്ടുള്ള മെസ്സേജാ. എനിക്ക് തോന്നുന്നത് അവിടെ എന്തൊക്കെയോ സംഭവം നടക്കുന്നുണ്ട്, അതുറപ്പാ. എന്തായാലും ഞാൻ ഈ വിവാഹ നിശ്ചയം നടത്താൻ സമ്മതിക്കില്ല. വിവാഹ നിശ്ചയം 10:30ക്കും 11:30ക്കും കിടക്കുന്നല്ലേ പറഞ്ഞത്. കറക്റ്റ് ആ സമയത്ത് പോലീസുകാരുടെ അവിടെ പോയിട്ട് എല്ലാത്തിനും പിടിച്ച് ജയിലിലിടും. നോക്കിക്കോ, ഇത് നല്ലൊരു അവസരം തന്നെയാണ്. ആ മൂർത്തി മുത്തശ്ശിന്റെ മുഖത്തടിക്കുന്ന പോലെ ആയിരിക്കും. എൻ്റെ അച്ഛന്റെ മുഖത്തടിച്ചതല്ലേ അയാള്, ആ മൂർത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസുകാരെ കൊണ്ട് അയാളെ കൊണ്ട് തിരിച്ച് മറുപടി പറയണം. കുറച്ച് മീഡിയക്കാരെയും വിളിക്കാം, മൂർത്തി മുത്തശ്ശൻ നാണം കെടട്ടെ എന്ന് അനാമിക വിചാരിക്കുകയാണ്. അങ്ങനെ നവ്യ പറഞ്ഞിട്ടാണ് അനാമിക വിവാഹ നിശ്ചയമൊക്കെ ശരിക്കും മുടക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗമാണ് നമുക്ക് ഇനി അടുത്തത് കാണാൻ പോകുന്നത്. ഓൾറെഡി ഇത് തമിഴിൽ ഇങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ഈ അനിയുടെ നന്ദുവിന്റെ വിവാഹ നിശ്ചയ സമയത്താണ് അനാമിക പ്രശ്നമായിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്, അനിയുടെയും അവന്തിയുടെ വിവാഹ നിശ്ചയത്തിൽ അനാമിക പോലീസുമായിട്ട് വരുന്നു. ഈ സെയിം സംഭവം തമിഴിലുണ്ട്. ഞാൻ തമിഴിൽ അത് കണ്ടുകൊണ്ടാണ് ഇതിന്റെ റിവ്യൂ പറഞ്ഞത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.